ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഈ രാവിലത്തെ യാത്ര എങ്ങോട്ടാ? ERS ഹോസ്പിറ്റൽ വരാനായിട്ടോ. എൻ്റെ വേരിക്കോസ് കാണിക്കാനായിട്ട് കുറേ നാളോട്ട് നോക്കി നോക്കി നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഇന്നാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇന്ന് VS അച്യുതാനന്ദൻ മരിച്ചതിൻ്റെ അവധിയൊക്കെ ആയതുകൊണ്ട് റോഡ് മൊത്തം സൈലൻസ് ആണ് കേട്ടോ. അപ്പോൾ കാല് തൂക്കിയിട്ടിരുന്ന് എനിക്ക് നല്ല നീരായി തുടങ്ങി. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് കൂടെ പോണ ബസ്സുണ്ട്, KSRTC. ഗവൺമെന്റിന് ഈ ഒരു പുക പോകുന്നതിൽ ഒരു പ്രശ്നവും ഇല്ലായിരിക്കും അല്ലേ? സാധാരണക്കാരെ കൊണ്ട് പുക പരിശോധിക്കാത്തതിന് എത്ര രൂപയാണ് അവർ ഈടാക്കുന്നത്? പിടിച്ചു കഴിഞ്ഞാൽ പെറ്റി ഈ പോകുന്നുണ്ടോ കറ 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 എന്തു പുകയാണെന്നറിയാവോ? ബാക്കിൽ നിന്ന് പോകുന്നവർക്ക് മൊത്തം നല്ല ഡിസ്റ്റർബ് ആയിക്കൊണ്ടാണ് പോകുന്നത് തന്നെ. അപ്പോൾ ജസ്റ്റ് അതുപോലെ ഒന്ന് വീഡിയോ എടുത്തത്. അപ്പോൾ ഞങ്ങൾ ആ വീഡിയോ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് അവിടെ പോകുന്നത്. ഈ ഒരു സെറ്റപ്പ് ഞാൻ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്ത് വെച്ചാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞാനിത് കാണുന്നത്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലും മനോഹരമായ ഒരു സംഭവം ഞാനിത് ഫസ്റ്റ് ടൈമാണ്. പുറത്തൊക്കെ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ ഞാനിത് ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നത്. പാർക്കിങ് സ്ഥലം ലാഭിക്കാനായിട്ട് ഈ ഒരു സെറ്റപ്പ് അത് നല്ലതാണ് കേട്ടോ, നല്ല രസമുണ്ട്. പക്ഷേ രസമൊന്നുമല്ല, നല്ലൊരു സൗകര്യമാണ് ഈ സംഭവം. നമുക്ക് എവിടെയാണ് പാർക്ക് ചെയ്ത കാറിൻ്റെ ഇതും സ്ലോട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെ സമയത്ത് തന്നെ ഓരോന്നോരോന്ന് വണ്ടികളായിട്ട് ഇറക്കി വിടും. കുറച്ചേരം വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. അത് നമ്മൾ ഈ പാർക്കിംഗ് ഇടയിൽ നിന്ന് എടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് പോലും ഇല്ല. അപ്പോൾ അത് നല്ലൊരു സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഈ ഒരു സെറ്റപ്പ് കൊണ്ടുവരികയാണെങ്കിൽ നല്ലൊരു സൗകര്യമായിരിക്കും. എല്ലാ ഹോസ്പിറ്റലായാലും ഷോപ്പിംഗ് മാളുകളൊക്കെ ആയാലും. ഇപ്പോൾ ആറ്റിങ് സൂര്യപാറിലൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ വണ്ടി കുഞ്ഞു വണ്ടിയായിട്ട് കാണാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇറങ്ങി വരുന്നുണ്ട് നമ്മളെ വണ്ടി. അപ്പോൾ ഇറങ്ങി വന്ന് കറക്റ്റ് ഇതിലെത്തും. അപ്പോൾ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോവാം. അപ്പോൾ അത് നല്ലൊരു സംഭവമല്ലേ? അപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതേ ഉള്ളൂ. ഇപ്പോൾ ഡോക്ടറെ കണ്ടിട്ടൊക്കെ ഇറങ്ങി. അപ്പോൾ സ്കാനിങ്ങിന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നടക്കത്തില്ല എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പോന്നു. കാരണം അവിടെ ഡോക്ടർ ഇല്ലായിരുന്നു സ്കാൻ ചെയ്യാനുള്ള. അങ്ങനെ ഞങ്ങൾ നേരെ വന്നിട്ട് മഹാബോളി ഒന്ന് വാങ്ങിക്കാൻ വേണ്ടി കയറി കേട്ടോ. പായസവും ബോളി എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് മഹാ ചിപ്സ് കട കാണിച്ചെന്ന് എനിക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ പിന്നെ അവിടെ ചെന്നപ്പോൾ നല്ല വെറൈറ്റി സാധനങ്ങൾ കേട്ടോ. പിന്നെ കുറച്ച് പർച്ചേസ് ചെയ്തിട്ട് ഇറങ്ങി. കാരണം ഇതൊരു വെറൈറ്റി ഐറ്റം ആയിരുന്നു കേട്ടോ. അത് വാങ്ങിച്ചു. അപ്പോഴത്തേക്ക് അതിൻ്റെ മന്ത് കാല് കണക്കായി ഗൈസ്. കാരണം ഞാൻ കുറേ നേരം ഹോസ്പിറ്റലിൽ തൂക്കിയിട്ടുണ്ട് ഇരുന്നല്ലോ, അതുകൊണ്ടാണ് ഇത് ഇത്രയും നീരായത്. ഒരുവിധം നീര കുറഞ്ഞിരിക്കാൻ. പിന്നെ ഞാൻ കുറച്ച് നേരം ബുക്ക് ചെയ്ത് വെച്ചോണ്ടൊക്കെ ഇരുന്ന്. അങ്ങനെ എനിക്ക് ഉച്ചയായപ്പോൾ വിശന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ലുലു മാളിൽ കയറി എന്തിനാ ചുമ്മാ പൈസ കളയേണ്ടതെന്ന് വെച്ചിട്ട് അൽസാജി കയറി ഒരു ബിരിയാണി അടിക്കാന്ന് വെച്ചാൽ. അപ്പോൾ ലുലു മാളിൽ കഴിക്കുന്നതും അൽസാജി കഴിക്കുന്നതും സെയിം ആയെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തടിക്കൈയും കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇവിടെ നിന്ന് കഴിച്ചാലും അവിടെ നിന്ന് കഴിച്ചാലും സെയിം തന്നെയാണ്. അങ്ങനെ പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും അവിടെ കയറിയപ്പോൾ ഇതിൻ്റെ പൈസ മുമ്പ് കളയണത് എന്ന് വെച്ചിട്ട് ഇവിടെ കയറി കഴിച്ചു. പക്ഷേ ഇവിടത്തേക്കാളും അവിടെ കയറിയാൽ മതി ഇത് പിന്നെയാണ് തോന്നിയത്. അങ്ങനെ ഞാനൊരു ഫ്രൈഡ് റൈസ് പറഞ്ഞ ചിക്കൻ ബിരിയാണി പറഞ്ഞു. അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങുകയാണ് കേട്ടോ. ഉണ്ടപ്പോൾ എനിക്ക് നല്ല ക്ഷീണം വരുന്നുണ്ട്, നല്ല ഉറക്കം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ക്ഷീണം ഉറങ്ങിയെത്തിയിരുന്നല്ലേ എന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല. ജസ്റ്റ് ചാരി കിടന്നു, കാല് പൊക്കിക്ക് വെച്ചിട്ട് ഇരുന്നിട്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ആറ്റിങ്ങിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അച്ഛൻ്റെ ഫോട്ടോയും കസേരയൊക്കെ. അപ്പോൾ ഞാൻ വെച്ചാൽ ഇതുവഴി കൊണ്ടുവരുന്നുണ്ടോ? അപ്പോൾ പിന്നെ അമ്മ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഇതുവഴി വരുന്നുണ്ട്, ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിക്കാണെന്നൊക്കെ പറഞ്ഞു. മൊത്തത്തിലൊരു സൈലൻസ് ആണ് കേട്ടോ ആറ്റിങ്ങ് മുതൽ ഇങ്ങ് വരെയൊക്കെ. കല്ലമ്പലത്ത് അപ്പോൾ ഒരു ജാഥയൊക്കെ പോകുന്നുണ്ട് ആറ്റിങ്ങിലൂടെ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒക്കെ എടുത്തു. അപ്പോൾ ഇത്രയൊക്കെയുള്ള കേട്ടോ വിശേഷങ്ങൾ ഇന്നത്തെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ടാറ്റാ ബൈ ബൈ, ഗുഡ് നൈറ്റ്.